നമസ്കാരം ശ്രോതാക്കളെ. ഇന്നത്തെ മലയാളം ന്യൂസ് പോഡ്കാസ്റ്റുമായി ഞാൻ മയ്യ. ആദ്യമായി ദേശീയ വാർത്തകൾ. ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കുന്ന പുതിയ ദേശീയ അടിയന്തര മുന്നറിയിപ്പ് സംവിധാനമായ ഓസ് അലേർട്ടിന്റെ രാജ്യവ്യാപക പരിശോധന നടന്നു. പ്രകൃതി ദുരന്തങ്ങൾ, കടുത്ത കൊടുങ്കാറ്റ്, കാട്ടുതീ, വെള്ളപ്പൊക്കം, പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥകൾ എന്നിവയുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗം നിർദ്ദേശങ്ങൾ നൽകുവാൻ കേന്ദ്ര സർക്കാർ സജ്ജമാക്കുന്ന സംവിധാനമായ ഓസ് അലേർട്ട് രാജ്യത്തുടനീളമുള്ള ഫോണുകളിലും മറ്റ് അനുബന്ധ ഉപകരണങ്ങളിലും വലിയ സൈറൻ ശബ്ദത്തോടെ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ജനങ്ങളിൽ എത്തി. 2026 ഒക്ടോബർ 1 മുതൽ ഔദ്യോഗികമായി അലേർട്ട് പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ഈ ദേശീയ പരിശോധന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതമായ ഉപയോഗം ഉറപ്പാക്കുന്നതിനായി ആന്റണി അൽബനീസ് സർക്കാർ പുതിയ ഓസ്ട്രേലിയ AI സേഫ്റ്റി റൂൾസ് പ്രഖ്യാപിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ സുരക്ഷാ മുൻഗണനകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ തൊഴിലിടങ്ങളിലും ദൈനംദിന ഓൺലൈൻ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നതാണ് ഈ തീരുമാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളും സുരക്ഷിതമായി നൽകുന്നതിന് ടെക് കമ്പനികളെ പൂർണ്ണമായും ഉത്തരവാദികളാക്കുന്ന ഡിജിറ്റൽ ഡ്യൂട്ടി ഓഫ് കെയർ എന്ന പുതിയ നിയമവും ഒപ്പം കൃത്രിമ ബുദ്ധിക്കായി സുരക്ഷിതവും ഉത്തരവാദിത്വപരവുമായ ഉപയോഗത്തിനായി ദേശീയ ടാസ്ക് ഫോഴ്സ് രൂപീകരണവും ലേബർ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡിലൈഡിൽ ആരംഭിച്ച ലേബർ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ജീവിതച്ചെലവ് കുറയ്ക്കൽ, തൊഴിലാളികളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തൽ, മെഡിക്കെയർ സേവനങ്ങൾ വികസിപ്പിക്കൽ എന്നിവ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്ന് വ്യക്തമാക്കി. രാജ്യത്ത് പുതിയ ഫെയർ വർക്ക് കോടതി പ്രഖ്യാപനത്തിൽ തൊഴിൽ തർക്കങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും പരിഹരിക്കുവാൻ പുതിയ ഫെയർ വർക്ക് കോർട്ട് രൂപീകരിക്കുമെന്നും ആരോഗ്യരംഗത്തെ വിദ്യാർത്ഥികൾക്കുള്ള ശമ്പളത്തോടെയുള്ള പരിശീലന പദ്ധതി വിപുലീകരിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.4% തുടരുന്നു. എന്നാൽ സമീപകാല കണക്കുകൾ പ്രകാരം 76,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി ട്രഷറർ ജിം ചാൽമേഴ്സ് അറിയിച്ചത് തൊഴിൽ രംഗത്തെ ശുഭസൂചന നൽകുന്നു. ശക്തമായ തൊഴിൽ വിപണി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്നും സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് സഹായകരമാകുന്നുവെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര വാർത്തകൾ. മധ്യപൂർവ്വ ദേശത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടരുന്നു. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കുവൈത്തിലും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ നിരവധി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം US സൈന്യം ഇറാനിൽ വൻ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒമാൻ തീരത്തു നിന്നും ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ റൂട്ടിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച എണ്ണ ടാങ്കറുകൾ ഒരു വലിയ സ്ഫോടനത്തിൽ തകർന്നുവെന്നും തുടർന്ന് തീപിടുത്തമുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. CJPയും കേന്ദ്ര സർക്കാരും തമ്മിൽ മൂന്നാം വട്ട ചർച്ച നടക്കാൻ പോകുന്നതിന് തൊട്ടുമുന്നേ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വിഷയത്തിൽ പ്രക്ഷോഭം തുടങ്ങി 35-ാം ദിവസമാണ് രാജി. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സമരം നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക സമരം നടത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ തീരത്ത് മർച്ചന്റ് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചൊവ്വാഴ്ച ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യക്കാരുടെ മരണത്തിൽ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ ഈ ആക്രമണം അപലപനീയം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്ന് യുക്രൈൻ അധികൃതർ ആരോപിച്ചു. സിന്ധു നദീജല കരാറിനെ ചൊല്ലി അതിർത്തിക്കപ്പുറത്തു നിന്നുമുള്ള മുറവിളി ശക്തമാകുന്നതിനിടെ 65 വർഷം പഴക്കമുള്ള ഈ കരാറിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യമാണെന്നും ഇപ്പോഴത്തെ രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും ഇന്ത്യ നിലപാട് കടുപ്പിച്ചതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ഭാവിയിൽ എന്തെങ്കിലും ധാരണ വേണമെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിച്ചതായി തെളിയിക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യ കരാർ നിർത്തിവെച്ചതിനെ തുടർന്ന് ജലപ്രവാഹം പൂർണ്ണമായി തടഞ്ഞാൽ യുദ്ധവും ആണവായുധ പ്രയോഗവും അടക്കമുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ സമീപ മാസങ്ങളിൽ ഇന്ത്യക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ മൊബൈൽ ഫോൺ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി 62,500 കോടി രൂപയുടെ മൊത്തം ബജറ്റോടെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീമിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വൻതുക വിനിയോഗിച്ച രാജ്യത്തെ ഫോൺ നിർമ്മാണവും മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡും വൻതോതിൽ വിപുലീകരിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാലാവധി അവസാനിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഫോർ ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് പദ്ധതിക്ക് പകരമായാണ് ഈ പുതിയ സ്കീം കൊണ്ടുവരുന്നത്. ഓസ്ട്രേലിയ ഉൾപ്പെടെ 4 രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിൽ നിർത്തിവെച്ച പാസ്പോർട്ട്, വിസ സേവനങ്ങൾ ഉടൻ പുനരാരംഭിക്കുന്നു.
ടെൻഡർ നടപടികൾ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചെങ്കിലും പ്രവാസികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ ഇടക്കാല സംവിധാനം ഏർപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാരിന് കോടതി അനുമതി നൽകി. വരും ദിവസങ്ങളിൽ ഹൈക്കമ്മീഷൻ സ്വീകരിക്കുവാൻ പോകുന്ന പുതിയ നടപടികൾ പ്രവാസികൾക്ക് ഏറെ നിർണായകമാണ്. സുപ്രീം കോടതി ബെഞ്ചാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഹർജിയിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചത്. സംസ്ഥാനതല വാർത്തകൾ. മലയാള സിനിമയുടെ അഭിമാന താരമായ മമ്മൂട്ടി 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അതുല്യമായ അഭിനയത്തിനാണ് അദ്ദേഹത്തെ ഈ ബഹുമതിക്ക് അർഹനാക്കിയത്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് കഴിഞ്ഞ മാസം രാഷ്ട്രപതി പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ഒന്നിലധികം ഭാഷകളിലായി 400-ലധികം സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ പാർപ്പിടം എന്ന സംസ്ഥാന വ്യാപക പരിശോധനയുടെ ഭാഗമായി അനധികൃത കെട്ടിട നിർമ്മാണ അനുമതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി. നിർമ്മാണ അനുമതി നടപടികളിലെ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കായിക വാർത്തകൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ നഗരത്തിൽ തുടങ്ങി. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന ഈ മേളയിൽ കോമൺവെൽത്ത് കുടുംബത്തിലെ 74 രാജ്യങ്ങളിലെയും ആയിരക്കണക്കിന് കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. ഗ്ലാസ്ഗോ ഇതിനു മുമ്പ് 2014 കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ചിരുന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനമായിരുന്നു. എന്നാൽ ചിലവ് വർദ്ധിച്ചതിനെ തുടർന്ന് വിക്ടോറിയ പിന്മാറുകയും പിന്നീട് ഗ്ലാസ്ഗോ വേദിയാകുകയും ആയിരുന്നു. 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ അധിക സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനിന് വിജയം സമ്മാനിച്ചത്. റണ്ണറപ്പായി അർജന്റീനയും നിലകൊണ്ടു. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പിൽ 48 ടീമുകളാണ് മത്സരിച്ചത്. ഫ്രാൻസിന്റെ എംബാപ്പെ 10 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രധാന മലയാളം ന്യൂസ് പോഡ്കാസ്റ്റ്. വാർത്തകൾ എഴുതി വായിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മയ. നമസ്കാരം.